അപ്പോൾ ആ പതിവ് പോലെ ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇതുമുന്നെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലെത്തിയതാണ് കേട്ടോ. അവൾ എത്തുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇന്നിതാ നമ്മൾ ഇതുമുന്നെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഓട്ടടയാണ് കേട്ടോ. എൻ്റെ പുതിയ മൺചട്ടിയിൽ ഞാനിതാ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. തലേ ദിവസം ഉണ്ടാക്കിയ നല്ല അയലക്കറിയായിരുന്നു കേട്ടോ. അയലൻ്റെ തല മാത്രം ഇട്ടിട്ടുള്ള അയലക്കറിയാണ്. അതും കൂട്ടിയിട്ട് ഇതും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തട്ടിയിട്ടുണ്ട്. നോക്കൂ, സ്കൂളിൽ കലാമേളൊക്കെ ആയതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല കേട്ടോ. ഇന്നലെ അവൾക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി ഇന്ന് നോക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇന്ന് പോകാതെ മടിച്ചിക്കോതയായിട്ട് ഇവിടെ വീട്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വേഗം പണികൾ തീർക്കുക എന്താ വെച്ചാൽ ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻമേൽ തൊട്ടിട്ടേ ഇല്ല. ആ ഭാഗത്തേക്കേ പോയിട്ടില്ല കേട്ടോ. ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസോ കാര്യങ്ങളൊന്നും നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിലും ഇട്ടിട്ടില്ല. കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബഹുലമായ കാര്യങ്ങൾ നടന്ന ഒരു മാസമായിരുന്നു കേട്ടോ. മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. മീനുട്ടിക്ക് ചിക്കൻ ബോക്സും അതിൽ അറിയാതെ പെട്ടുപോയ മോളും ഐറൂസും അവർക്ക് ഉണ്ടാവില്ലേ എന്ന് പേടിച്ചുള്ള ആ ഒരു ദിവസങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്കൊന്നും നോക്കിയില്ല. മക്കളെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ നടന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് കേട്ടോ. പുറത്തുനിന്ന് 1-2 ഡ്രസ്സുകൾ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ ഉള്ളതാണ്, തയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല, നീ ഫ്രീ ആയിട്ട് തയ്ച്ചാൽ മതി എന്നും പറഞ്ഞ് ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മളത് അടിപൊളിയായിട്ട് തയ്ച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പോയി. നീനുട്ടി അസുഖമൊക്കെ മാറി വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. മോളും ആണെങ്കിലും അസുഖമൊന്നും കിട്ടിയില്ല കേട്ടോ. ചിക്കൻ ബോക്സ് ഒന്നും ആർക്ക് കിട്ടാതെ രക്ഷപ്പെട്ട് അവളോളോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ ഞാനും ഇതും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മുടെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങാമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും തയ്ക്കാൻ കിട്ടിയ ഡ്രസ്സുകളൊന്ന് കട്ട് ചെയ്തെങ്കിലും വെക്കണം എന്നുള്ള പ്ലാൻ മാത്രമേ ഉള്ളൂ. ഇട്ടുന്ന അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ വേഗം പണികൾ ചോറ് വെച്ചു, കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഉച്ചയായി. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് സ്കൂൾ ബസ്സിൽ ട്രിപ്പ് എടുക്കാൻ പോയിട്ട് ആ സമയത്താണ് ഞാൻ എൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ ഞാനൊന്ന് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് ചാനലിലേക്ക് ഇടാൻ വേണ്ടി വെച്ചതാട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു. പിന്നെ ഞാനും ഇതും ആ സമയത്ത് കുറച്ച് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർ വന്നപ്പോൾ ഞാൻ മൂപ്പർക്ക് ചായ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് കട്ട് ചെയ്യാനൊന്നും നേരം കിട്ടിയത്. 2 എന്താ പറയുക ചുരിദാറിൻ്റെ സെറ്റായിരുന്നു കേട്ടോ, പാൻറ്റും ടോപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പം തുടങ്ങിയതാണ് മക്കളുടെ വീഡിയോ കോള്. മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓളെ ജോലിയൊക്കെ കഴിഞ്ഞ് ഐറൂസ് ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് കേട്ടോ മോള് വീഡിയോ കോൾ ചെയ്യുക. ഒരു 4:30-5 മണി ആ സമയത്താണ്. അതേ സമയത്താണ് നീനു ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓളും ഞങ്ങളെല്ലാവരും കൂടി ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് അവരോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ കട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് സപ്പോർട്ട്